ആകാശം കറുത്തിരുണ്ട് പെയ്തൊഴിയാൻ നിൽക്കുകയാണ്. വരാനിരിക്കുന്ന വലിയൊരു പ്രകൃതിക്ഷോഭത്തിൻ്റെ മുന്നോടിയെന്നോണം തണുത്ത കാറ്റ് ചെമ്പകശ്ശേരി മനയുടെ തിരുമുറ്റത്തെ മരങ്ങളെ പിടിച്ചുലച്ചു. അപ്പോഴാണ് ആ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ഒരു കറുത്ത റേഞ്ച് ഓവർ കാർ മനയുടെ പടി കടന്ന് ഇരച്ചു കയറിയത്. വണ്ടിയുടെ ടയറുകൾ മുറ്റത്തെ വെള്ളിമണലിൽ ആഴ്ന്നിറങ്ങിയപ്പോൾ അവിടെ ഒരു ചെറിയ മണൽച്ചുഴി രൂപപ്പെട്ടു. വണ്ടിയിൽ നിന്നിറങ്ങിയത് വെറുമൊരു മനുഷ്യനല്ല, ചെമ്പകശ്ശേരി അരവിന്ദ വർമ്മയുടെയും ലക്ഷ്മി അമ്മയുടെയും ഏകമകൻ, ആർ.ജെ ഗ്രൂപ്പിൻ്റെ സർവാധിപതി രുദ്രൻ വർമ്മ. നാട്ടുകാർ അവനെ ഭയത്തോടെയും ബഹുമാനത്തോടെയും വിളിക്കുന്നത് കാലൻ എന്നാണ്. പലിശക്ക് പണം കൊടുത്താൽ അത് തിരികെ വാങ്ങാൻ അവൻ ഏത് നരകവാതിൽ വരെയും പോകും. 6 അടി 2 ഇഞ്ച് ഉയരവും കട്ടിയുള്ള പുരുകയും നീട്ടി വളർത്തിയ താടികളും കണ്ണുകളിൽ എപ്പോഴും എരിയുന്ന കോപം, അതായിരുന്നു രുദ്രൻ വർമ്മ. അകത്തളങ്ങളിൽ നിന്ന് അപ്പോഴും ചിലങ്കയുടെ നേർത്ത നാദം ഉയരുന്നുണ്ടായിരുന്നു. പാവപ്പെട്ട കുട്ടികളെ നൃത്തം പഠിപ്പിക്കുന്ന തിരക്കിലാണ് മീര. പക്ഷെ ആ വീടിൻ്റെ അകത്തളങ്ങളിൽ ഭയത്തിൻ്റെ കരുനയിൽ വീണിട്ട് മണിക്കൂറുകളായിരുന്നു. രുദ്രൻ അകത്തേക്ക് നടന്നു വന്നു. അവൻ്റെ ഓരോ ഭാരമേറിയ ചുവടിലും ആ പഴയ തറവാടിൻ്റെ തടിപ്പലകകൾ നടുങ്ങി വിറച്ചു. നേരത്തെ അവൻ നടന്നത് ശ്വാസം കിട്ടാതെ കട്ടിലിൽ കിടന്ന മീരയുടെ അച്ഛൻ രാഘവൻ നായരുടെ അരികിലേക്കാണ്. ആ രോഗശയ്യയിൽ കിടക്കുന്ന മനുഷ്യൻ രുദ്രനെ വേഷപ്പകർച്ച കണ്ട് ഭയന്ന് വിറച്ചുപോയി. ശരിക്കും ഇന്ന് രുദ്രൻ്റെയും രാഘവൻ നായരുടെ മൂത്ത മകൾ ഹിരണ്യയുടെയും വിവാഹം നടക്കേണ്ട ദിവസമായിരുന്നു. പക്ഷേ നിശ്ചയത്തിന് തൊട്ടു മുമ്പ് അവൾ മറ്റൊരുവനോടൊപ്പം രുദ്രൻ കൊടുത്ത 50 ലക്ഷം രൂപയുമായി മുങ്ങിയിരിക്കുന്നു. രാഘവൻ നായരെ! രുദ്രൻ്റെ ഘനഗംഭീരമായ ശബ്ദം ആ മുറിയിൽ മുഴങ്ങി. നിന്റെ മകൾ ഹിരണി, അവൾക്ക് വേണ്ടിയല്ലേ നിന്റെ ഈ ശ്വാസം പോലും നിലക്കാതിരിക്കാൻ ഞാൻ 50 ലക്ഷം വാരി എറിഞ്ഞത്? അവൾക്ക് വേണ്ടിയല്ലേ ഞാനതെല്ലാം ചെയ്തതും? ഈ രുദ്രവർമ്മ ഇതുവരെ ആരുടെ മുന്നിലും തല കുനിച്ച് നിന്നിട്ടില്ല. പക്ഷേ ഇന്ന് നിന്റെ മകൾ കാരണം ഞാൻ അപമാനിതനായി നിൽക്കുകയാണ്. നിലവിളിച്ചുകൊണ്ട് മീനാക്ഷി അമ്മ അവൻ്റെ ശബ്ദം കേട്ടതും രുദ്രൻ്റെ കാൽക്കീഴിൽ വന്നു. കുഞ്ഞെ, ഞങ്ങൾ ക്ഷമിക്കണം. അവൾക്ക് ഇങ്ങനെയൊരു ബന്ധമുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. സത്യം, അനിയത്തി മീര പോലും ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ഗതികേട് കൊണ്ട് സംഭവിച്ചു പോയതാണ് ഇതെല്ലാം. നിന്റെ ഗതികേടല്ല മീനാക്ഷി അമ്മേ, നിങ്ങളുടെ മകളുടെ അഹങ്കാരമാണിതെല്ലാം, രുദ്രൻ ഗർജിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ അവരെ തട്ടിമാറ്റി നൃത്തം പഠിപ്പിക്കുന്ന ഹാളിലേക്ക് അവൻ്റെ കാൽപാദം വേഗത്തിൽ കയറി. ഒരു പച്ച സാരിയെടുത്ത് കണ്ണുകൾ കൊണ്ട് മനോഹരമായി മുദ്രകൾ കാട്ടി കുട്ടികളെ നൃത്തം പഠിപ്പിക്കുകയാണ് മീര. പെട്ടെന്ന് തൻ്റെ മുന്നിൽ ഒരു ആൾരൂപം നിൽക്കുന്നത് അവൾക്ക് തോന്നി. അവൾ തിരിഞ്ഞു നോക്കിയതും രുദ്രനെ കണ്ടവൾ ഭയന്നു നിന്നുപോയി. അവളുടെ നിഷ്കളങ്കമായ കണ്ണുകളിൽ ആ ഭയം നിഴലിച്ചിരുന്നു. എവിടെടി നിന്റെ ഏട്ടത്തി? പറയടി. അവൻ്റെ കണ്ണുകൾ ചോരയോട്ടമുണ്ടായിരുന്നു. എനിക്കറിയില്ല ചേച്ചി ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയതുമില്ല. നിങ്ങൾ ഞങ്ങളെ കൊല്ലരുത്, ദയവായി വെറുതെ വിടണം. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. എങ്ങനെയെങ്കിലും ആ കടം ഞങ്ങൾ വീട്ടിത്തരാം. എൻ്റെ അച്ഛനെയും അമ്മയെയും ഒന്നും ചെയ്യരുത്. മീര അവൻ്റെ ഉരുക്കുമുഷ്ടികൾ തൂങ്ങിക്കൊണ്ട് കരഞ്ഞു. പക്ഷേ രുദ്രൻ്റെ ഉള്ളിലെ പ്രതികാര കണൽ അണഞ്ഞിരുന്നില്ല. അവൾ ഹിരണിയുടെ അനിയത്തിയാണ്. അതെ, ചതിയുടെ രക്തമാണവളും. കടം വീട്ടാൻ നിന്റെ കയ്യിൽ എന്തുണ്ടടി? നിന്റെ ചേച്ചി കൊണ്ടുപോയത് എൻ്റെ പണം മാത്രമല്ല, എൻ്റെ അന്തസ്സും കൂടിയാണിത്. അതിന് പകരമായി നീ വരും എൻ്റെ കൂടെ. കണ്ണിൽ ചോരയില്ലാതെ ക്രൂരതയോടെ അവൻ അവളെ വലിച്ചയച്ചു. മുറ്റത്തിൻ്റെ മൂർച്ചയുള്ള ചരലിൽ അവളുടെ മൃദുവായ പാദങ്ങൾ ഉരഞ്ഞു മുറിഞ്ഞു. കുട്ടികൾ പേടിച്ച് അവനെ കണ്ട് നിലവിളിച്ചു. മീനാക്ഷി അമ്മ മകളെ രക്ഷിക്കാൻ കരഞ്ഞു പിടിച്ചുകൊണ്ട് പിന്നാലെ ഓടിയെങ്കിലും രുദ്രൻ മീരയെ ബലമായി റേഞ്ച് ഓവറിൻ്റെ പിൻസീറ്റിലേക്ക് തള്ളിക്കയറ്റി. മോളെ മീരെ! മീനാക്ഷി അമ്മ തല തല്ലി കൊണ്ട് മുറ്റത്തെ നനഞ്ഞ മണ്ണിൽ വീണുകൊണ്ട് കരഞ്ഞു. ആ നിമിഷം ആകാശം പൊട്ടിപ്പെയ്തു. മഴത്തുള്ളികൾ മണ്ണിൽ വീണലിഞ്ഞു. കാർ മനയുടെ പടിയിറങ്ങുമ്പോൾ ആ പഴയ കെട്ടിടത്തിനുള്ളിൽ ഭയവും സങ്കടവും അനാഥത്വം മാത്രം ബാക്കിയായി. ആകാശം കൂടുതൽ ഇരുണ്ടു. വലിയ മരത്തുള്ളികൾ വണ്ടിയുടെ ബോണറ്റിൽ വീണു ചിതറുന്നുണ്ടായിരുന്നു. രുദ്രൻ ഒരൊറ്റ കൈകൊണ്ട് വണ്ടിയുടെ പിൻവാതിൽ വലിച്ചു തുറന്നു. അവൻ്റെ ഇടതുകൈ അപ്പോഴും അവളുടെ മുടിയിലും തോളിലുമായി ആഴ്ന്നിറങ്ങുന്നുണ്ടായിരുന്നു. കയറടി വണ്ടിയിൽ! ഒരു സിംഹത്തിൻ്റെ ഗർജനം പോലെ അവൻ ആജ്ഞാപിച്ചു.
ഒരു വലിയ ഭാരമെന്നോണം അവൻ അവളെ കാറിൻ്റെ പിൻ സീറ്റിലേക്ക് ആഞ്ഞു തള്ളി. അപ്രതീക്ഷിതമായ തള്ളലിൽ അവളുടെ ശരീരം സീറ്റിൻ്റെ കമ്പിയിലും വാതിലിൻ്റെ വശങ്ങളിലും ചെന്നിടിച്ചു. ആ ആഘാതത്തിൽ മീരയുടെ ഇരു കൈകളിലും ഉണ്ടായിരുന്ന കുപ്പിവിളകൾ പരസ്പരം കൂട്ടിയിടിച്ച് ഒന്നൊന്നായി പൊട്ടിച്ചിതറി. ഉറക്കെ ശബ്ദത്തോടെ പൊട്ടിയ കുപ്പിവളകളുടെ ചില്ലകൾ അവളുടെ മൃദുവായ കൈത്തണ്ടകളിൽ ആഴ്ന്നിറങ്ങി. ചില്ലകൾ തറച്ച ഭാഗത്തു നിന്നും ചുവന്ന ചോരത്തുള്ളികൾ പുറത്തേക്ക് ഒലിച്ചിറങ്ങി. പച്ചസാരിയുടെ മുന്താണിയിലേക്കും ആ ചോര പടർന്നു പിടിച്ചപ്പോൾ വേദന കൊണ്ടും ഭയം കൊണ്ടും മീരയുടെ ശ്വാസം നിലയ്ക്കുന്നത് പോലെ തോന്നി. അവൾ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചു. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ചാലുകൾ കവളിലൂടെ താഴേക്ക് പതിച്ചു. പക്ഷെ അവളുടെ ആ ചോരയോ കണ്ണീരോ കണ്ട് രുദ്രൻ്റെ മനസ്സിൽ ഒരിത്തിരി പോലും ദയ തോന്നിയില്ല. പകരം അവൻ്റെ ചുണ്ടുകളിൽ പുച്ഛത്തിൻ്റെ ഒരു പുഞ്ചിരിയാണ് ആ സമയം വിരിഞ്ഞത്. കരച്ചിലും അത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു അടവാണല്ലേടി. പക്ഷെ ഈ കണ്ണീരിലൊന്നും വീഴാൻ രുദ്രവർമ്മക്ക് മനസ്സില്ല കേട്ടോടി. അവൻ പല്ലുകൾ ഞെരിച്ചു. മീര വേദനയോടെ കാറിൻ്റെ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. അവിടെ തിരുമുറ്റത്ത് നനഞ്ഞ മണ്ണിൽ വീണു കിടക്കുന്ന തൻ്റെ അമ്മ നിലവിളിക്കുന്നുണ്ടായിരുന്നു. മോളെ, മീരെ. ആ അമ്മയുടെ ആർത്തനാദം മഴയുടെ ശബ്ദത്തിൽ പോലും ഭേദിച്ച് അവളുടെ കാതുകളിൽ വന്നു പതിച്ചു. അവൾ കണ്ണുകൾ ഇറുകിയടച്ചു. വീണുകിടത്തു നിന്ന് എങ്ങനെയൊക്കെ എഴുന്നേറ്റ് അവർ ആ കാറിൻ്റെ അടുത്തേക്ക് ഓടിയെത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും നെഞ്ചുപൊട്ടുന്ന വേദനയോടെ മീര കാറിൻ്റെ വിൻഡോയിലൂടെ ആ അമ്മയെ നോക്കിയിരുന്നു. അവൾക്കറിയാമായിരുന്നു താനിപ്പോൾ എത്ര നിസ്സഹായയെന്ന്. തൻ്റെ പ്രിയപ്പെട്ട അമ്മയും കിടപ്പിലായ അച്ഛനെയും രക്ഷിക്കാൻ തനിക്ക് ഈ നരകത്തിലേക്ക് പോയേ മതിയാവും. അമ്മേ. കാറിൻ്റെ ചില്ലിനുള്ളിൽ മുഖം ചേർത്ത് അവൾ പതുക്കെ വിളിച്ചു. ആ ശബ്ദം വണ്ടിയുടെ ഗ്ലാസിൽ തട്ടി അവളുടെ ഉള്ളിലേക്ക് തന്നെ തിരിച്ചേക്കുന്നു. രുദ്രൻ ഡ്രോർ വലിച്ച് വണ്ടി സ്റ്റാർട്ടാക്കി ഗിയർ മാറ്റുമ്പോൾ അവൻ്റെ നോട്ടം റിവ്യൂ മിററിലൂടെ അവളുടെ മുഖത്തേക്ക് തന്നെയായിരുന്നു. ചോരയിറ്റ കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് തിരിഞ്ഞു നോക്കുന്ന ആ പെൺകുട്ടിയെ അവന് തെല്ലും മലവ് തോന്നിയില്ല. ചതിയുടെ കോട്ടയായ ആ വീട്ടിലെ മറ്റൊരു ഇര മാത്രമായിരുന്നു അവനാ മീര. ടയറുകൾ ചെളിമണ്ണിൽ ഉരുണ്ടു കയറി. റേഞ്ച് ഓവർ മനയുടെ പടിയിറങ്ങി റോഡിലേക്ക് കുതിച്ചു. പിന്നിൽ ചെമ്പകശ്ശേരിയും മനയും അവിടെ തനിച്ചായ തൻ്റെ അച്ഛനും അമ്മയും കാഴ്ചയിൽ നിന്നും മറയുന്നത് മീര കണ്ണീരോടെ നോക്കി നിന്നു.